ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലച്ച് കൺട്രോളാണ്. ഇപ്പോൾ ക്ലച്ചിൻ്റെ വിശദമായ ലെക്ചർ ക്ലാസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ പ്രവർത്തനമെല്ലാം കണ്ടു. ഫ്രണ്ട് വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ്, ഫോർ വീൽ ഡ്രൈവ് എല്ലാം കണ്ടു. ഫ്ലൈ വീൽ കണ്ടു, പ്രഷർ പ്ലേറ്റ് കണ്ടു, എല്ലാം കണ്ടില്ലേ? കണ്ടോടേ? കണ്ടു. ഇനി നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ബ്രേക്ക് ചെയ്യും, ഓക്കെ, ഒപ്പം ക്ലച്ച് ചവിട്ടു, ഒറ്റ ചവിട്ട്. അപ്പോൾ ക്ലച്ച് എപ്പോഴും ചവിട്ടാൻ പറഞ്ഞാലും ഒറ്റ ചവിട്ടാണ്. അപ്പോൾ ഇത് ആൾറെഡി ക്ലച്ച് ചവിട്ടി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ആ ക്ലച്ച് കാണാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ കാണാൻ കഴിയുന്ന ക്ലച്ച് പ്ലേറ്റിനെയാണ് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ക്ലച്ച് ചവിട്ടി വെച്ചേക്കാണേ. ഇനി ബ്രേക്കിൽ നിന്ന് കാല് ആക്സിലേറ്ററിൽ വയ്ക്കൂ, വച്ചു. അപ്പോൾ ആക്സിലേറ്ററിൽ വെച്ചേക്കാണ്. ഇനി ക്ലച്ച് പയ്യെ ഉയർത്തു. അപ്പോൾ കുട്ടികൾ ഈ ക്ലച്ച് പെടലിനെ നോക്കണം. പയ്യെ ഉയരട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയരട്ട് മതി. ഇത് നമ്മൾ പറയുന്ന സാങ്കല്പിക നമ്പറായ 4 വരെ ക്ലച്ച് അല്പം കൂടെ ഉയരട്ട്. കണ്ട, ക്ലച്ച് ഉയർത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് ക്ലച്ച് എങ്കിൽ ഇവിടെ നമ്മൾ ക്ലച്ചിനെ നിർത്തണം. മനസ്സിലായോ? ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ് വണ്ടിയുടെ സ്പീഡ് കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ചിനെ ഒരു പോയിൻ്റ് എന്ത് ചെയ്യണം? ചവിട്ടണം. ചവിട്ടു, മതി, ഇത്രയേ ഉള്ളൂ. സ്പീഡ് കുറയുന്നു, ഒരു പോയിൻ്റ് ഉയർത്തണം. കറക്റ്റ്. അത് ശകലം കൂടിപ്പോയി. സ്പീഡ് കൂടുന്നു, മതി. സ്പീഡ് കുറയുന്നു, മതി. സ്പീഡ് കൂടുന്നു, മതി. സ്പീഡ് കുറയുന്നു, മതി. സ്ലോ സ്പീഡിലാണ് വണ്ടി പോകുന്നത് അല്ലേ? സ്റ്റോപ്പ് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യണം. ഇപ്പം തിരിഞ്ഞു പോയി. സ്റ്റോപ്പ് എന്നതിൽ എന്ത് ചെയ്തേ ചവിട്ടാവും? ക്ലച്ച് ചവിട്ടിയേ ബ്രേക്ക് ചെയ്യാവും. പിടിക്കുക. സ്ലോ സ്പീഡുകളിൽ കാല് ആക്സിഡൻ്റ് പുറത്ത് വയ്ക്കും. ഒന്നുകൂടെ. അപ്പോൾ ക്ലച്ച് കൺട്രോൾ കിട്ടാത്ത കുട്ടികൾ വീണ്ടും ഇത് കണ്ട് മനസ്സിലാക്കുക. ക്ലച്ച് പയ്യെ റിലീസാവട്ട്. 1 പോയിൻ്റ് ഉയർന്നു, 2 പോയിൻ്റ് ഉയർന്നു, 3 പോയിൻ്റ് ഉയർന്നു. സാവധാനത്തിൽ എടുക്കാവും. ഓക്കെ, 4ാമത്തെ പോയിൻ്റായി. വീണ്ടും ഒന്നുകൂടെ ഉയരട്ട്, കുറച്ചുകൂടെ ഉയരട്ട്, അല്പം കൂടെ ഉയരട്ട്. കണ്ട, ഇവിടെ എത്തിയപ്പോൾ വണ്ടിയിൽ വൈബ്രേഷൻ വന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് വണ്ടി മൂവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ്. ഇത് ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചാണ്, അല്ലെങ്കിൽ മൂവിങ് പൊസിഷനാണ്, അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിൻ്റാണ്. സ്പീഡ് കൂടുന്നു പറയുമ്പോൾ 1 പോയിൻ്റ് എന്ത് ചെയ്യണം? ചവിട്ടണം. കറക്റ്റ്. സ്പീഡ് കുറയുന്നു, 1 പോയിൻ്റ് മാത്രം. അതായത് ഹാഫ് ക്ലച്ചിൽ നിന്ന് ക്ലച്ച് ഉയരാതെ ഹാഫ് ക്ലച്ച് വരെ ക്ലച്ച് ഉയർന്നും ഹാഫ് ക്ലച്ചിൽ നിന്ന് 1 പോയിൻ്റ് ചവിട്ടിയും ക്ലച്ച് കൺട്രോൾ ചെയ്യണം. സ്പീഡ് കൂടുന്നു, മതി. സ്പീഡ് കുറയുന്നു, മതി. സ്പീഡ് കൂടുന്നു. അപ്പോൾ ക്രിട്ടിക്കൽ ഏരിയകളിലെല്ലാം ആക്സിലേറ്റർ ഒരുപോലെ വച്ചുകൊണ്ട് ഇതുപോലെ ക്ലച്ച് കൺട്രോൾ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയകളിൽ ഒരു വാഹനത്തിന് ഓടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവർ ക്ലച്ച് എടുക്കുന്ന കൂടി പോകുന്നുവെങ്കിൽ പഠിപ്പിക്കുന്ന ആൾ നിസ്സഹായനാണ്. കാരണം ഇത് പഠിപ്പിച്ചതുകൊണ്ടല്ല, ആ കുട്ടി ക്ലച്ചിൽ നിന്ന് കാല് വലിച്ചെടുക്കുന്നു. അപ്പോൾ ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാൽ ഒറ്റ ചവിട്ടാണേ. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കൂ, ഒറ്റ ചവിട്ട് മതി. ഇനി ഉണ്ട് അങ്ങനെ ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാൽ ഒറ്റ ചവിട്ടാണ്. ആ ചവിട്ടുന്ന ക്ലച്ച് താഴെ പ്ലാറ്റ്ഫോമിൽ പോയി തട്ടണം. ക്ലച്ച് ഉയർത്താൻ പറയുമ്പം ക്ലച്ചിനെ ഉയർത്തു, അല്പം വേഗതയിൽ ഉയർന്നോട്ട് മതി. കണ്ട, ഈ ഹാഫ് ക്ലച്ചിൽ കൊണ്ടുവച്ച് ഹോൾഡ് ചെയ്യണം. കണ്ട, സ്പീഡ് കൂടുന്നു, 1 പോയിൻ്റ് ചവിട്ടു, മതി. സ്പീഡ് കുറയുന്നു, 1 പോയിൻ്റ് ഉയർത്തു, മതി. സ്പീഡ് കൂടുന്നു, 1 പോയിൻ്റ് ചവിട്ടു, സ്പീഡ് കുറയുന്നു, 1 പോയിൻ്റ്. ഈ ഹാഫ് ക്ലച്ച് വരെ ക്ലച്ച് ഉയരാൻ പാടുള്ളൂ. ഹാഫ് ക്ലച്ച് വരെ ഉയരണം. സ്പീഡ് കൂടുന്നു, അല്പം ചവിട്ടു. അങ്ങനെ ചവിട്ടുമ്പം ആ ഓടി വന്ന ഫോഴ്സിൽ വണ്ടി കുറച്ച് ദൂരം കൂടെ പോകും. വീണ്ടും ക്ലച്ച് പയ്യെ എടുക്കൂ. ക്ലച്ച് പയ്യെ എടുത്തു, എഞ്ചിൻ്റെ കണക്ഷൻ കിട്ടി, വണ്ടി മൂവ് ചെയ്യുന്നു. വീണ്ടും ക്ലച്ച് അല്പം ചവിട്ടു. അപ്പോൾ ഓടി വന്ന ഫോഴ്സിൽ വീണ്ടും കുറേ ദൂരം വണ്ടി പോകും. വീണ്ടും ക്ലച്ചിൻ്റെ പകുതി എടുക്കും. ഇങ്ങനെ ഓടി വന്ന ഫോഴ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതും ഈ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച്. ഇതൊക്കെ ഈ 3ാമത്തെ ദിവസം പഠിക്കുമ്പോൾ ഇത് മനസ്സിലാവുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് ക്ലിക്കാവുള്ളൂ. ഇത് മനസ്സിലാകാത്ത കുട്ടികൾക്ക് ഇത് ക്ലിക്കാകാൻ ചിലപ്പോൾ 4, 5, 6, 7, 8, 10 ദിവസങ്ങളൊക്കെ വേണ്ടി വരും. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യൂ. വെരി ഗുഡ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ മറ്റൊരു ഡയമെൻഷനിൽ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിന് ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി വീണ്ടും മറ്റൊരു ഡയമെൻഷനിൽ കാണുന്ന ഒരു വീഡിയോ ആണ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളിതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ എനിക്ക് സമയമുണ്ടായിട്ടല്ല ഞാനിതിൻ്റെ പുറകെ നടക്കുന്നത്.